നമസ്കാരം. ഏതാണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ B12. കൊബാലമീൻ എന്ന് പറയുന്ന ഒരു ബി കോംപ്ലക്സ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു വൈറ്റമിനാണ് B12. ഈ B12ന്റെ ഉറവിടങ്ങൾ സസ്യേതര ഭക്ഷണങ്ങളാണ്. അതായത് പ്യുവർ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന മിക്കവാറും വ്യക്തികളിൽ വൈറ്റമിൻ B12 അതിൻ്റെ ഒരു കുറവ് കാണാറുണ്ട്. കാരണം മറ്റൊന്നുമല്ല, വൈറ്റമിൻ B12 കണ്ടുവരുന്നത് സസ്യേതര ഭക്ഷണത്തിൽ, അതായത് പാല്, പാലുൽപ്പന്നങ്ങൾ, മുട്ട, മത്സ്യം, മാംസം ഇതിലൊക്കെയാണ് ഈ വൈറ്റമിൻ B12 കണ്ടുവരുന്നത്. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് ഇന്ന് പറയാൻ കാരണം എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. മറ്റൊന്നുമല്ല, വൈറ്റമിൻ B12ന്റെ കുറവ് കാരണം ഉണ്ടാവുന്ന വിളർച്ച, അനീമിയ പ്രമേഹ രോഗികളിൽ സർവ്വസാധാരണമായിട്ട് കണ്ടുവരാറുണ്ട്. പ്രത്യേകിച്ച് പ്യുവർ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന പ്രമേഹ രോഗികളിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്നതായിട്ടും മാത്രമല്ല, മെറ്റ്ഫോർമിൻ കഴിക്കുന്ന പലരിലും മെറ്റ്ഫോർമിൻ്റെ സാന്നിധ്യം കാരണം തന്നെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാവാം. ഇത് നിങ്ങളിൽ മിക്കവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. എങ്കിലും ഈ വൈറ്റമിൻ B12 എവിടെ നിന്ന് കിട്ടും, എവിടെ നിന്ന് ലഭിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിഷ്യൻസി എങ്ങനെ മറികടക്കാം എന്നുള്ളത് പലർക്കും വ്യക്തമല്ല. അതിലുപരി ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാരണം ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചും പലർക്കും വ്യക്തതയില്ല. അതാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ വൈറ്റമിൻ B12ന്റെ അഭാവം കാരണം അല്ലെങ്കിൽ കുറവ് കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ വൈറ്റമിൻ B12ന്റെ ലെവൽ എത്രയാണ് എന്നുള്ളത് ഞാൻ അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, അത് ഗൂഗിളിൽ അവൈലബിൾ ആണ്. ഓരോ ഇത് നിങ്ങൾ നോക്കുമ്പോൾ, ഓരോ സൈറ്റ് നോക്കുമ്പോൾ ഓരോ ലെവലുകളൊക്കെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതൊരു ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനിവിടെ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ യു ക്യാൻ ടേക്ക് അപ്പ് എനി ഗൈഡ് ലൈൻ, അതായത് ഏത് മാർഗരേഖകളാണോ നിങ്ങൾക്ക് എടുക്കേണ്ടത്, ഇതിൻ്റെ ലെവലിനെ കുറിച്ച് നിങ്ങൾക്ക് സ്വീകരിക്കാം. പക്ഷെ ഇതിൻ്റെ കുറവുകൾ കാരണം ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? തല മുതൽ കാല് വരെയുള്ള സകലമാന അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി. വൈറ്റമിൻ B12ന്റെ കുറവ് തല മുതൽ കാല് വരെ എല്ലാ അവയവങ്ങളെയും, എല്ലാ പ്രവർത്തനങ്ങളെയും, എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന, എന്തിനെ, നമ്മുടെ മൂഡിനെ പോലും, നമ്മുടെ തലയുടെ അതായത് നമ്മുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥയെ പോലും, മാനസികാവസ്ഥ എന്ന് മാത്രമല്ല, മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നത് പോലും വൈറ്റമിൻ B12 കാരണമാണെന്ന് പല പഠനങ്ങളും തെളിയിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഓരോ പ്രശ്നത്തിലേക്ക് പോകാം. ഏറ്റവും പ്രധാനമായിട്ടും രക്തകോശങ്ങൾ, അതായത് ചുവന്ന രക്തകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആ പ്രക്രിയയിൽ വളരെ പരമപ്രധാനമായിട്ടുള്ളൊരു പങ്ക് ഈ വൈറ്റമിൻ B12 വഹിക്കുന്നു. അതിനാൽ വൈറ്റമിൻ B12ന്റെ അഭാവം പലപ്പോഴും ഈ പറയുന്ന റെഡ് ബ്ലഡ് സെൽസിൻ്റെ കൗണ്ട് കുറയാൻ കാരണമാവും. അതിൻ്റെ ഒരു അനന്തരഫലമാണ് അനീമിയ അഥവാ വിളർച്ച. അപ്പോൾ വിളർച്ച ഉള്ളവർ ആകെ ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യും എന്നല്ലാണ്ട് വൈറ്റമിൻ B12 ചെക്ക് ചെയ്യുന്നൊരു രീതി കാണാറില്ല. ഓർമ്മ വയ്ക്കുക, ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വൈറ്റമിൻ B12ഉം പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, DNA. ഓരോ കോശത്തിൻ്റെയും, അതായത് നമ്മൾ എന്നുള്ള ഒരു വ്യക്തി ഉണ്ടാക്കുന്നത് തന്നെ DNA ആണെന്ന് നമുക്കറിയാം. ആ DNA ആണ് അതിൻ്റെ കോഡ്. ഈ DNA ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയിൽ പോലും വൈറ്റമിൻ B12 പരമപ്രധാനമായിട്ടുള്ളൊരു പങ്ക് വഹിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ B12ന്റെ അഭാവം പലപ്പോഴും മ്യൂട്ടേഷൻസിന് കാരണമാവുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. മ്യൂട്ടേഷൻസ് എന്ന് പറയുമ്പോൾ ജനറ്റിക് കോഡിൽ വരുന്ന പെട്ടെന്ന് ഉള്ള മാറ്റങ്ങൾ. അപ്പോൾ ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൂന്നാമത്തേത് നാഡികൾ, അതായത് നെർവ്സിൻ്റെ ഒരു ഷീത്ത് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ നമ്മുടെ വീട്ടിലെ വൈദ്യുതി കമ്പികൾക്കൊക്കെ ഒരു ഇൻസുലേഷൻ കാണാറില്ലേ, അതേപോലെ നാഡികൾക്കും ഒരു ഇൻസുലേഷൻ പോലെ ഇരിക്കുന്ന ഒരു മൈലിൻ ഷീത്ത് എന്ന് പറയുന്ന ഒരു ആവരണമുണ്ട്. ഈ ആവരണത്തിൻ്റെ ഉൽപ്പാദനത്തിനും വൈറ്റമിൻ B12 വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനാൽ വൈറ്റമിൻ B12ന്റെ അഭാവം പലപ്പോഴും ന്യൂറോപ്പത്തി ഉണ്ടാക്കും. ന്യൂറോപ്പത്തി ഉണ്ടാക്കുന്ന ഡയബറ്റിസ് ആണെന്ന്
നമ്മൾ പറയാറുണ്ട് ഡയബറ്റിക് ന്യൂറോപ്പത്തിയെ കുറിച്ച് നമുക്കറിയാം. എന്നാൽ വൈറ്റമിൻ B12ഉം ന്യൂറോപ്പത്തിക്ക്, അതിൻ്റെ ഡെഫിഷ്യൻസിയും ന്യൂറോപ്പത്തിക്ക് കാരണമാവും എന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പൊ തലച്ചോറിന്റെ പ്രവർത്തനത്തെ ഇത് ബാധിക്കാം. അപ്പോൾ മൂഡ് സ്വിങ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു, മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നു, ക്ഷീണം തോന്നുന്നു, പിന്നെ മറവി ഉണ്ടാവുന്നു, പിന്നെ കോഗ്നിഷൻ, ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവ് അത് കുറയുന്നു, ഓർമ്മക്കുറവുണ്ടാവുന്നു, ഇതുപോലെ പല ലക്ഷണങ്ങളും. അപ്പൊ ഈ ലക്ഷണങ്ങളൊക്കെ സ്ട്രോക്ക് ആയിട്ടും അങ്ങനെയൊക്കെ നമ്മൾ കരുതാറുണ്ട്, അല്ലെങ്കിൽ ആൽഷീമേഴ്സ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിനേക്കാൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമായിരിക്കാം, അതായത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ആയിരിക്കാം ഇതിന് കാരണം എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. അടുത്തത് നമ്മുടെ ലിവറിന്റെ അവസ്ഥയെ, ലിവറിന്റെ ആരോഗ്യം, കരളിന്റെ ആരോഗ്യത്തിന് വളരെയേറെ സ്വാധീനിക്കുന്ന ഒരു സാധനമാണ് വൈറ്റമിൻ B12. മാത്രമല്ല കുടലിന്റെ ആരോഗ്യം, ഗട്ട് ഹെൽത്ത്, അതിനും വളരെ സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകമാണ് വൈറ്റമിൻ B12. അപ്പോൾ B12 തലച്ചോറ് മുതൽ കാൽപാദം വരെ, തലച്ചോറിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് വായിൽ ഈ ഗ്ലോസൈറ്റിസ് പോലൊരു വാപ്പുണ്ണുണ്ടാവുന്നതിന് പ്രധാന കാരണം വൈറ്റമിൻ B12ന്റെ ഡെഫിഷ്യൻസിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണത്, അല്ലേ? അതായത് വാപ്പുണ്ണ് വരുമ്പോഴേക്കും B കോംപ്ലക്സ് ടാബ്ലറ്റ് കഴിക്കുന്ന ഒരു പരിപാടി നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അത് ഉണ്ടാവുന്നത്? ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് B12 ഡെഫിഷ്യൻസി. എനിവേ, അതായത് കോശങ്ങളുടെ പ്രവർത്തനത്തെ പോലും സ്വാധീനിക്കുന്ന വളരെ പരമപ്രധാനമായിട്ടുള്ളൊരു വസ്തുവാണ് വൈറ്റമിൻ B12 എന്ന് നമ്മൾ ഇതുവരെ മനസ്സിലാക്കി. ഇനിയിപ്പോൾ വൈറ്റമിൻ B12ന്റെ ഡെഫിഷ്യൻസിയെ കുറിച്ചും ഞാനിവിടെ പറഞ്ഞു. എന്നാൽ ഈ ഡെഫിഷ്യൻസിയെ തരണം ചെയ്യാൻ, ഈ ഡെഫിഷ്യൻസിയെ മറികടക്കാൻ എന്തൊക്കെയാണ് മാർഗങ്ങൾ? ഓബ്വിയസ്ലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏതൊക്കെ ഭക്ഷണമാണെന്നും ഞാൻ പറഞ്ഞു. ആവർത്തന വിരസത ഒഴിവാക്കാൻ ഇനി പറയുന്നില്ല. എന്നാലും മെയിൻലി നോൺ വെജിറ്റേറിയൻ ഫുഡ്സിലാണിത് കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോൾ വെജിറ്റേറിയൻസിന് സ്വാഭാവികമായിട്ടും സംശയം തോന്നാം, ഞാൻ എങ്ങനെ വൈറ്റമിൻ B12, ഇപ്പം ഞാൻ പ്രിഡോമിനൻ്റ്ലി ഒരു വെജിറ്റേറിയൻ ആണ്, കൂടുതൽ 90% വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന ആളാണ് ഞാൻ. പാല് പോലും ഞാൻ കുടിക്കാറില്ല അങ്ങനെ. അപ്പോൾ എനിക്ക് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി വരാമോ? തീർച്ചയായിട്ടും വരാം. അതിനെന്താ മാർഗം? അത് മറികടക്കാൻ എന്താ മാർഗം? ആകെ സപ്ലിമെൻറ്റേഷൻ മാത്രമേ അതിന് മാർഗമുള്ളൂ. അതാണ് പറയേണ്ടത്. എന്താണ് സപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞു വരുന്നത്? ഒന്ന്, ഫോർട്ടിഫൈഡ് ഫുഡ്സ്. ചില ഭക്ഷണ പദാർത്ഥങ്ങളിൽ എക്സ്ട്രാ വൈറ്റമിൻ B12, അതിൻ്റെ ഉൽപാദന സമയത്ത് തന്നെ എക്സ്ട്രാ വൈറ്റമിൻ B12 ചേർക്കാറുണ്ട്. ഇപ്പോൾ വരുന്ന ചില ബ്രാൻഡ് മ്യൂസ്ലി, അല്ലെങ്കിൽ ഓട്സ്, കോൺഫ്ലേക്സ്, ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ്, ഇതിലൊക്കെ ഫോർട്ടിഫിക്കേഷൻ, വൈറ്റമിൻ B12 ഫോർട്ടിഫിക്കേഷൻ കാണാറുണ്ട്. ഒരു പരിധിവരെ നമുക്കത് കഴിക്കാവുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു എൻഡോഴ്സ്മെൻറ്റോ അഡ്വർടൈസ്മെൻറ്റോ ഒന്നും അല്ല, ഇത് ഓർമ്മ വയ്ക്കുക. പിന്നീട് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ സപ്ലിമെൻറ്റേഷൻ കഴിക്കുക, അതിന് പറ്റിയ ടാബ്ലറ്റ്. ഡെഫിഷ്യൻസി ഉള്ളവർക്ക് മാത്രമാണ് ഇത് ബാധകം, എല്ലാവരും സപ്ലിമെൻറ്റേഷൻ കഴിക്കണം എന്നല്ല പറഞ്ഞു വരുന്നത്. അപ്പോൾ ഫുഡ് സോഴ്സസിൽ നിന്ന് നമുക്കിത് സംഘടിപ്പിക്കാൻ പറ്റില്ല എങ്കിൽ ഇത് മാത്രമേ അതിന് മാർഗമുള്ളൂ. അപ്പോൾ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ചില ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചെറിയ അളവിൽ വൈറ്റമിൻ B12 ലഭ്യമാകാം. അതിലേതൊക്കെയാണ്? ഒന്ന്, ബദാം. രണ്ട്, സോയാബീൻ. അതുപോലെ ബദാം മിൽക്ക്, അത് സർവ്വസാധാരണമായിട്ട് കിട്ടുന്ന സാധനങ്ങളല്ല അത്. അപ്പോൾ അത്, പിന്നെ ഈസ്റ്റ്. അപ്പോൾ ഈസ്റ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങളിൽ B12ന്റെ അളവുണ്ടാവും. പിന്നെ വെജിറ്റേറിയൻസ് നമ്മുടെ നാട്ടിൽ മിക്കവാറും പാല് കുടിക്കുന്നവരോ അല്ലെങ്കിൽ തൈര് കഴിക്കുന്നവരോ ആയിരിക്കാം. പാലിലും തൈരിലും വൈറ്റമിൻ B12 ഒരു പരിധിവരെ കിട്ടാം. പക്ഷെ ആ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന വ്യക്തികളുടെ ആ ഒരു ലെവലിലേക്ക് നമ്മളെ പോലെയുള്ളവർക്ക് വൈറ്റമിൻ B12 കിട്ടിയില്ലെന്ന് വരാം. അവിടെ ആകെ മാർഗമുള്ളൂ ഞാൻ പറഞ്ഞ ഫോർട്ടിഫിക്കേഷനും പിന്നെ അല്ലെങ്കിൽ ഈ സപ്ലിമെൻറ്റേഷൻ മാത്രമാണ്. അപ്പോൾ വെഗാൻ ഡയറ്റ്, പ്യുർ വെജിറ്റേറിയൻ, 100% വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നവർക്ക് ഇതൊരു പ്രശ്നമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ന്യൂറോ ട്രാൻസ്മിറ്റർ ഫങ്ഷൻ, അതായത് ന്യൂറോ മസ്കുലർ, അതായത് നമ്മുടെ നെർവ്സ്, നാഡികളുടെ പ്രവർത്തനത്തെ പോലും സ്വാധീനിക്കുന്ന ഈ വൈറ്റമിൻ B12ന്റെ ഡെഫിഷ്യൻസി തരണം ചെയ്യാൻ സപ്ലിമെൻറ്റേഷൻ മാത്രമേ ബഹുഭൂരിപക്ഷത്തിനും മാർഗമുള്ളൂ. അത് പറയാണ്ട് വയ്യ. ഇനി ഞാൻ ഇതിൻ്റെ പേരിൽ മരുന്ന് വെക്കാൻ വേണ്ടിയാണ്, പേടിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നതെന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ശാസ്ത്രമാണത്. സോ ഐ ഹാവ് ടു ഷെയർ ഇറ്റ് വിത്ത് യു.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നോട്ടിഫിക്കേഷൻ ഐക്കൺ അത് മറക്കണ്ട, നോട്ടിഫിക്കേഷൻ ഐക്കൺ പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ചാനലിൽ ഇടുന്ന ഷോർട്സിനെ കുറിച്ച് ഒരു ചെറിയ കാര്യം ഇവിടെ പറയാനുണ്ട്. ഷോർട്സ് ഇൻകംപ്ലീറ്റ് ആണ്, അത് മുഴുമിപ്പിക്കുന്നില്ല എന്നൊക്കെ പലരും പരാതി പറയുന്നുണ്ട്. മുഴുമിപ്പിക്കാതിരിക്കുന്നതല്ല, അത് ഷോർട്സിൻ്റെ ഒരു ദൈർഘ്യം തന്നെ 60 സെക്കൻഡ് കടക്കാൻ പാടില്ല. അപ്പോൾ പലപ്പോഴും നമ്മളത് ചെയ്യുമ്പോൾ ആ 60-ാം സെക്കൻഡ് എത്തുമ്പോഴേക്കും നമ്മൾ പറയുന്നത് ചിലപ്പോൾ കട്ടായി പോയെന്ന് വരാം. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അതായത് ഇത് മുഴുവനും കാണണം എന്നുണ്ടെങ്കിൽ, ആ ഷോർട്സിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ഫുൾ ലെങ്ത് വീഡിയോയിലേക്ക് നിങ്ങളെ അത് എത്തിക്കും. അപ്പോൾ നിങ്ങൾക്കത് മുഴുവൻ പൂർണ്ണമായിട്ടും അത് കാണാൻ സാധിക്കും. ഒരിക്കലും നമ്മൾ പകുതി വെച്ച് മനഃപൂർവ്വം നിർത്തുന്നതല്ല. എന്നാലും നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന അസൗകര്യത്തിന് നമ്മൾ ഖേദിക്കുന്നു. ദയവായി ഇങ്ങനെ ചെയ്തു നോക്കുക. ഷോർട്സിൽ പ്രസ് ചെയ്യുക, ഇറ്റ് വിൽ ടേക്ക് യു ടു ദ ഫുൾ ലെങ്ത് വീഡിയോ. നമസ്കാരം.